നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ എടുത്തുവെങ്കിലും വിധി പറയാനായി മാറ്റി. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത്. ഇതാണ് ഇന്ന് രാവിലെ 12 മണിയോടുകൂടി വിധി പറയാനായി മാറ്റിവെച്ചത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീല് പരിഗണിച്ചത്. അപ്പീലിൽ സംസ്ഥാന സർക്കാരും CBIയും ഡിവിഷൻ ബെഞ്ചിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു വിധി പറയുക. വസ്തുതകൾ പരിശോധിക്കാതെയാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രധാന വാദം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യമില്ല. പോസ്റ്റ്മോർട്ടം നടപടികളിൽ പല കളികളും നടന്നിട്ടുണ്ട്, അതിലും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ CBIയോ കേസ് അന്വേഷിക്കണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം. എന്നാൽ ഇതാണ് ഇന്ന് വിശദമായി തന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് കൃത്യമായി തന്നെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും വിധി പറയുന്നത്. എത്രാം തീയതിക്കാണ് വിധി പറയാനായി മാറ്റിയത് എന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. കേസ് വരും ദിവസങ്ങളിൽ വീണ്ടും പരിഗണിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CBI അന്വേഷണം അല്ലെങ്കിൽ കൃത്യമായി തന്നെ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നിരന്തരം കോടതിയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കേസിന് ഒരു തീരുമാനം ഉണ്ടാകണം. ഇനി ഒരു അന്വേഷണ സംഘം വന്നിരുന്നാൽ തന്നെ ഇനി ഒന്നേന്ന് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, അന്വേഷണം തുടങ്ങുമ്പോൾ ഈ കേസിന്റെ ഒരു അന്ത്യം എന്താണ് എന്നറിയാൻ സാധിക്കുന്നില്ല. 2 പെൺമക്കളാണ് നവീൻ ബാബുവിനുള്ളത്. ഭാര്യ മഞ്ജുഷ. ഇവരുടെയൊക്കെ തന്നെ ഒരു ജീവിതം, സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതിൽ കാരണക്കാരായിട്ടുള്ളവരെ കൃത്യമായി തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സാധാരണക്കാരുടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കയ്യിൽ കറയില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാനുള്ള അവകാശം കുടുംബത്തിനുണ്ട്. അത് മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, സാധാരണക്കാരുടെ സേവകൻ എന്ന നിലയിൽ എല്ലാവർക്കും നന്നായി പ്രവർത്തനം നൽകുന്ന അല്ലെങ്കിൽ നന്നായി പ്രവർത്തനം നടപ്പിലാക്കിയ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ ചതിച്ചോ നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. എന്തായാലും നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വിശ്വാസമില്ല. അതായത് സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘമുണ്ട്. അവരോട് ഏതായാലും അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ ഏതായാലും തൃപ്തരല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മഞ്ജുഷ.